പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ജ്വാല സ്ത്രീകളുടെ സമഗ്ര വികസനവും സുരക്ഷയും ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വനിതാ ജംഗ്ഷൻ, വനിതാ തിയേറ്റർ എന്നീ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടക്കുവാൻ പോകുന്നത്. ആദ്യം ഈശ്വര പ്രാർത്ഥന. ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ചന്ദ്രലേഖ അവരുടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്ത്രീകളുടെ സമഗ്ര വികസനവും സുരക്ഷയും, അസമയങ്ങൾ അസമത്വങ്ങൾക്ക് വിട, വനിതാ തിയേറ്റർ, വനിതാ ജംഗ്ഷൻ എന്നീ പ്രോഗ്രാമുകളാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് ഇന്ദു രാജീവ് 3ാം വാർഡ് മെമ്പറെ ക്ഷണിക്കുന്നു. വനിതാ ശിശു വികസന വകുപ്പും മടവൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ജ്വാല പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന വനിതാ ജംഗ്ഷൻ, വനിതാ തിയേറ്റർ എന്നിവയുടെ ഉദ്ഘാടനം ആണ് ഇന്നിവിടെ നടക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഈ വനിതാ ജംഗ്ഷൻ കഴിഞ്ഞ പ്രാവശ്യവും നല്ല രീതിയിൽ മടവൂർ ജംഗ്ഷനിൽ വെച്ച് നടന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു പ്രോഗ്രാമും കൂടിയുണ്ട്, വനിതാ തിയേറ്റർ എന്ന്. നമ്മൾ അതിനൊരു നാടകം തയ്യാറാക്കിയിട്ടുണ്ട്. അത് കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നവരും നാടകം കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നവർ ഒരുപാട് പേരുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ അറിയപ്പെടാതെ പോകുന്ന കഴിവുകളുള്ള താല്പര്യമുള്ള കലാകാരികളെ കണ്ടെത്തി അവരെ ഉൾപ്പെടുത്തി നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ തന്നെ ഒരു കലാരൂപം കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ പദ്ധതിയാണ് ജ്വാല വനിതാ തിയേറ്റർ. മടവൂർ ഗ്രാമപഞ്ചായത്ത് വനിതാ തിയേറ്ററിന്റെ സ്നേഹസ്വാഗതം. അരങ്ങിൽ വർത്തമാനം പറഞ്ഞെത്തുന്നത് മടവൂർ ദേശത്ത് തന്നെ വനിതാ സൗഹൃദങ്ങളാണ്. അരങ്ങുണർത്താൻ എത്തുന്നവരുടെ ആദ്യ നാടക അനുഭവമാണ്. നാടക അവസാനം വരെയും സ്നേഹവും പ്രോത്സാഹനവുമായി ഒപ്പം സഞ്ചരിക്കണം. ദേശത്തെ ചവറുകൾ പെറുക്കിയെടുക്കുന്ന ഹരിതകർമ്മസേനയും കൃഷിയിടങ്ങൾ ഉഴുത മണ്ണിന്റെ മക്കളായ തൊഴിലുറപ്പ് സുഹൃത്തുക്കളും ചെറുകിട വ്യവസായ ശക്തികളായ കുടുംബശ്രീയും മക്കൾക്ക് അമ്മ സ്നേഹം അക്ഷരങ്ങളായി പകർന്നു നൽകുന്ന അങ്കണവാടി അധ്യാപകരും അന്നം പകർന്നു നൽകുന്നവരും നാടിന്റെ സാംസ്കാരിക പ്രതിരൂപങ്ങളായ കലാകാരികളും മടവൂരിന്റെ ഹൃദയത്തുടിപ്പായ ജനപ്രതിനിധികളും പഠിതാക്കളും നാടകമോഹവുമായി വേദിയിലെത്തുകയാണ്. പ്രിയരെ, ഈ നാടകം ഒരു കുടുംബ കഥയല്ല. കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വലിയ സങ്കടങ്ങളും ചേർത്ത് വെച്ചൊരു അരങ്ങൊരുക്കം. അരങ്ങിന്റെ പകർനാട്ടം ഒരു കനലാണ്. പെണ്ണിന്റെ സഹനത്തിനുമപ്പുറം പ്രതിരോധത്തിന്റെ കാറ്റ് വീശിയാൽ പടർന്നു കത്തുന്ന തീക്കനൽ. സ്ത്രീ എന്നാൽ അടിമവർഗമെന്ന ആണഹന്തയ്ക്ക് നേരെ പെണ്ണരങ്ങ് ഉണർന്നുയരുന്നു. പെണ്ണായി ജനിച്ചാൽ നാവനക്കാൻ കഴിയാത്തൊരു കെട്ട കാലത്തിന്റെ നരകയാത്രയിൽ നിന്നും പെൺ പെരുമയിലേക്കൊരു സ്വർഗസഞ്ചാരം. നന്മ നഷ്ടമാകാത്ത പൗരുഷങ്ങൾക്ക് ഹൃദയപുഷ്പങ്ങൾ അർപ്പിച്ച് നാടകം ആരംഭിക്കുന്നു. സ്നേഹിത. രചനാ സംവിധാനം ബിജു കിഴക്കനേല. നൃത്ത സംവിധാനം നാട്യശ്രീ മനുജ MS.
നമ്മുടെ മണ്ടക്കാട് അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ പിരിവൊന്നും അല്ല ചേച്ചി. ഈ ഞാൻ തന്നെ ചന്ദ്രലേഖ. ഈ പിള്ളേര് എവിടെ പോയി കിടക്കണേ? ഇതുവരെ തുടങ്ങിയില്ലേ? വാർഷികത്തിന് ഇനി 5 ദിവസമാണുള്ളത്. 1-ാം വാർഷികമാണ്. 2-ാം വാർഷികം വേണോ വേണ്ടയോ എന്ന് ഇതോടെ തീരുമാനമാകും. ഞങ്ങൾ ശരിയായിരുന്നു ചേച്ചി. അല്ലെങ്കിൽ തന്നെ ഈ വനിതാക്കളെന്ന് കേൾക്കുമ്പോ ചില ആളുകൾക്കൊക്കെ വല്ലാത്ത ചൊറിച്ചിലാണ്. ആ ചൊറിച്ചിലുള്ള പെണ്ണുങ്ങൾക്ക് ഉണ്ട് കേട്ടാ. അല്ല ചേച്ചി, ഈ ഒരു വർഷത്തിന് നമ്മൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ? കൊള്ളാം. 100 കൂട്ടം നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് എവിടെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റിയ അതോടെ തീർന്നു സർവ്വത്. അതൊക്കെ പോട്ടെ, തുടങ്ങിക്കോ. ആശാന്റെ കട അടയ്ക്കുന്ന പോയാലേ എനിക്ക് നാളെ എടുക്കാൻ പറ്റും. ആ പാട്ട് ഭയങ്കര പ്രശ്നം. മടവൂര് ചന്തയില് ടീച്ചറിന്റെ മോനെ വേറെ ചെറുക്കൻ കൂടി ഭയങ്കരമാണ്. അയ്യോ എന്റെ ചേച്ചി, ആ ചെറുക്കൻ അപ്പുറത്തെ മലക്കറി കടയിൽ അവരെ കൂട്ടാൻ വിശ്വാസം എടുത്ത്. അപ്പൊ ആരോ ഫോൺ ചെയ്ത് പള്ളിക്ക് പോലീസ് വന്നു. 2 പേരും കള്ളും കഞ്ചാവും വേറെ എന്തോന്നാ പൊടി MPS-ഓ അത് തന്നെ ഒക്കെ വലിച്ചു കെട്ടി സ്വബോധം പോയെന്നാണ് എന്നെ പറഞ്ഞത്. എന്തൊരു കട്ടാണ്. എങ്ങനെ ആടവരുടെ വളർത്തിയ ചെക്കനാ. അങ്ങനെയാണ് കുഴപ്പം. പുതിയ തലമുറയുടെ വലിയ കുഴപ്പം. നമ്മൾ അച്ഛനമ്മമാർ ചെയ്യുന്ന തെറ്റ് ആഡംബരം.
രാത്രിയാവുമ്പോ അവർ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുപോകും. താടി വെച്ച ഗന്ധർവന്മാരെ. ശരിക്കും വയറ് നിറയെ പൊറോട്ടയും ബീഫും നാലും തരാം. പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോ മിഠായി വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് എന്റെ മാമൻ എന്റെ ദേഹത്ത് കണ്ടിക്കണം. എന്റെ ചുണ്ടൊക്കെ കടിച്ചു മുറിച്ചു. എനിക്ക് വല്ലാതെ നൊന്തു. ദുഷ്ട. പിന്നെ എന്നെ ട്യൂഷൻ പഠിപ്പിച്ച സാറ്, എന്നെ പ്രേമിച്ചവർ. എല്ലാരും ചെറുതാന്മാരായിരുന്നു. എല്ലാരും ചെറുതാന്മാരായിരുന്നു. എല്ലാരും ചെറുതാന്മാരായിരുന്നു. Every man in this world are things. Wolves in human disguise. These guys themselves are faithful. During the day and night, they turn into devils and sucking the blood of human. And sucking the blood of. And sucking the blood of. എന്റെ മോളാ. ഇവൾക്ക് ഞാൻ പേരിട്ടിട്ടില്ല. എന്നിട്ടാലേ ഒരു ജാതി കുന്നായി പോവും. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, അങ്ങനെ എന്തൊക്കെയോ പിടികിട്ടാത്ത വാക്കുകൾ. എന്റെ മോക്ക് ഒന്നല്ല കുറേ അച്ഛന്മാരുണ്ടല്ലോ. ഞാൻ എന്റെ മോനെ കൊന്നതല്ല, പൂജിപ്പിച്ചതാ. ഇല്ലെങ്കിലേ എന്റെ കുഞ്ഞ് പിച്ച വെച്ച് നടക്കും മുമ്പേ.
ഇത് കണ്ടിട്ട് ചന്ത പോലെ ചോര പോലെ